പ്രിയപ്പെട്ടവരെ, നാമെല്ലാം വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലൈലത്തുൽ ഖദർ നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ലൈലത്തുൽ ഖദർ ആകാൻ കൂടുതൽ സാധ്യതയുള്ള രാവ് 27-ാം രാവാണ്. 27-ാം രാവ് നമ്മളിലേക്ക് സമാഗതമാകുന്നു. അള്ളാഹു ആ രാവിനെ വരവേൽക്കാൻ, ആ രാവിൽ സജീവമായി ഇബാദത്തിലായി കഴിഞ്ഞുകൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ഖദറിന്റെ രാത്രിയിൽ ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രതിഫല ഇച്ഛയോടുകൂടി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം മോഹിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ ഖദറിന്റെ രാത്രിയിൽ കഴിഞ്ഞുകൂടിയാൽ, നമസ്കാരത്തിലായി, ഖുർആൻ പാരായണത്തിലായി, ദിക്റിലായി, സ്വലാത്തിലായി, മറ്റു പുണ്യകർമ്മങ്ങളിലായി കഴിഞ്ഞുകൂടിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ അപരാധങ്ങളും സർവ്വ പാപങ്ങളും പടച്ചതമ്പുരാൻ പുറത്തു കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, 4 വിഭാഗം ആളുകൾക്ക് ഖദറിന്റെ രാത്രിയിൽ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഖദറിന്റെ രാത്രിയിൽ അവർ ചെയ്യുന്ന ഇബാദത്തുകളോ അവർ നടത്തുന്ന പ്രാർത്ഥനകളോ അള്ളാഹു പരിഗണിക്കുകയില്ല. ഒന്ന്, മുതുമിനുൽ ഖംർ, മദ്യപാനിയാണ്. ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. രണ്ടാമത്തെ വിഭാഗം ആക്കുല്ലി വാലിദി, മാതാപിതാക്കളെ ഉപദ്രവിച്ച് പിതാക്കളെ വെറുപ്പിച്ച് കഴിഞ്ഞുകൂടുന്നവരാണ്. അവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിയിൽ പുറത്തു കൊടുക്കുകയില്ല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഖാതിഉർ റഹ്മ്, കുടുംബബന്ധം മുറിച്ച് ജീവിക്കുന്നവർ. നാലാമത്തെ വിഭാഗം പരസ്പരം പിണങ്ങിക്കഴിയുന്നവരാണ്. പിണങ്ങിക്കഴിയുന്നവർക്കും ഈ രാത്രിയിൽ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല, അവരുടെ പ്രാർത്ഥന അള്ളാഹു പരിഗണിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധമായ ഖദറിന്റെ രാത്രിയുടെ പുണ്യങ്ങൾ കരകതമാക്കാൻ, ആ രാത്രിയിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ ഫലവത്താകാൻ, അത് പ്രതിഫലാർഹമായി തീരുവാൻ ഈ പറയപ്പെട്ട 4 കാര്യങ്ങളുമായി ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പരിപൂർണമായി ഒഴിഞ്ഞുമാറി മദ്യപാനം പോലുള്ള ദുസ്വഭാവങ്ങളിൽ കഴിയുന്നവർ അത് നിർത്തിവെച്ച്, കുടുംബബന്ധം വിച്ഛേദിച്ച് കഴിയുന്നവർ കുടുംബബന്ധം പുലർത്തി, പിണങ്ങിക്കഴിയുന്നവർ ആ പിണക്കം പറഞ്ഞു തീർത്ത്, മാതാപിതാക്കളുമായി പിണങ്ങിക്കഴിയുന്നവർ മാതാപിതാക്കളെ പൊരുത്തപ്പെടിപ്പിച്ച്, പരിശുദ്ധമായ റമദാനിന്റെ പുണ്യമായ വിശുദ്ധ ഖുർആൻ 1000 മാസത്തേക്കാൾ ഉത്കൃഷ്ടമായ രാവ് എന്ന് പരിചയപ്പെടുത്തിയ ആ പരിശുദ്ധമായ രാവിനെ വരവേൽക്കാൻ തയ്യാറാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.